അന്വേഷിക്കാൻ ഒരു വളരെ പ്രഗത്ഭയായ ഒരു IPS ഓഫീസറാണ് ഞങ്ങൾ ഈ കൃത്യം നോക്കിയിട്ട് പോലുമില്ല. ഞാൻ ചോദിച്ചാൽ അതിന് ഗവൺമെന്റ് എന്ത് പിഴച്ചു? ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ശ്രീ വിൻസെന്റ് പോൾ ആയിരുന്നല്ലോ ഇവിടുത്തെ വിജിലൻസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന. അദ്ദേഹമുള്ള കാലത്ത് സുകേഷൻ ഒരിക്കലും പിന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചെന്നൊരു പരാതി കൊടുത്തിട്ടില്ലോ. ആലോചിക്കണം. അദ്ദേഹം മാറിക്കഴിഞ്ഞ് ശങ്കർ റെഡ്ഡി വന്നു. ശങ്കർ റെഡ്ഡിയെ കുറിച്ച് വിൻസെന്റ് പോൾ ഇടപെട്ടുവെന്നും വിൻസെന്റ് പോളിന്റെ സമ്മർദ്ദത്താലാണ് ചാർജ് ഷീറ്റ് കൊടുക്കണ്ട എന്ന നിലപാടെടുക്കേണ്ടി വന്നത് എന്നും സുകേശൻ പറയുകയുണ്ടായി. അതിന്റെ പേരിൽ വിൻസെന്റ് പോളിന് ഹൈക്കോടതിയിൽ നിന്ന് വല്ലാത്ത വിമർശനം കിട്ടുകയും ചെയ്തു. ശങ്കർ റെഡ്ഡിയുടെ കാര്യം പോലെയല്ല വിൻസെന്റ് പോളിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടിയും വന്നു. അതിന്റെ പേരിൽ വേണു ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഈ ബാർ കോഴ വിവാദവുമായി നടന്ന അന്വേഷണത്തിന്റെ കേസ് ഡയറി കോടതിയുടെ മുൻപാകെ ഉണ്ട്. അതുകൊണ്ട് ഈ മീഡിയയിൽ എന്ത് വരുന്നു അല്ലെങ്കിൽ മീഡിയയിൽ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. കാരണം ശ്രീ ശങ്കർ റെഡ്ഡി പറഞ്ഞു, ഞാൻ 4 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി വേണമെന്ന് രേഖാമൂലമാണ് ആ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടത്. 4 കാര്യത്തിനും രേഖാമൂലം മറുപടിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട 4 കാര്യങ്ങൾ ഏതാണെന്ന് കേസ് ഡയറിയിലുണ്ട്. അദ്ദേഹം തന്ന മറുപടി എന്താണെന്നും കേസ് ഡയറിയിലുണ്ട്. കേസ് ഡയറി കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, അത് പരിശോധിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മൾ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്ന വീഴ്ചകൾ, ആ വീഴ്ചകളുടെ പിതൃത്വം ഗവൺമെൻറ് തലയിൽ വെക്കാൻ പറ്റില്ലോ. ഗവൺമെൻറ് മാറി ഇപ്പോൾ ഇതൊക്കെ വന്നു. ഞങ്ങളിപ്പോൾ എന്താ പറയുന്നത്? ഒരു നിമിഷം, ഈ കീഴ്വഴക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കെ ബാബു തോറ്റു, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധനയൊക്കെ നടക്കുന്നത്. അങ്ങനെയല്ല നിങ്ങളുടെ കാലത്ത് നടന്നത്. ആ കീഴ്വഴക്കമോ, ക്ലിഫ് ഹൗസ്, അവിടെ തന്നെയുള്ള പ്രശാന്ത്, അവിടെ പോയി അളന്നു നോക്കൽ, ഇതൊക്കെ നിങ്ങളുടെ കാലത്തുണ്ടായിട്ടുള്ളതാണ്. വേണു, ഞാൻ പറഞ്ഞല്ലോ ഈ കേസിൽ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സ്വതന്ത്രമായി അന്വേഷണം നടക്കട്ടെ. ആരാ അന്വേഷണം എതിർക്കുന്ന? ഉമ്മൻചാണ്ടി അന്വേഷണത്തെ എതിർത്തോ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എതിർത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും? ശ്രീ വർഗീസ് ജോർജ്, ഇവിടെ നിങ്ങളുടെ വാദഗതികൾ ദുർബലമാകുന്നത് ബിജുവിൻ്റെ ചോദ്യത്തിലാണ്. ഇവിടെ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പിന്നെ നിർദ്ദേശിക്കുന്നത്? ഇപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്നാണെങ്കിൽ കോടതിയുടെ മുൻപാകെ ഇന്നലെയും ഈ പിടികൂടിയ രേഖകൾ സമർപ്പിച്ചല്ലോ. ഈ പറയുന്ന 117 പവൻ ആഭരണം ഉൾപ്പെടെയുള്ളവയാണ് കോടതി സ്വീകരിക്കാതെ തിരിച്ചു കൊടുത്തത്. അതിൻ്റെ കാരണം ഇവിടെ സൂക്ഷിക്കാൻ, സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ കോടതി പരിഗണിക്കുകയും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഏത് രൂപത്തിൽ നിങ്ങളെ വേട്ടയാടുന്നു എന്നാണ്? ഇല്ലില്ല, ആ വാക്കുകളൊന്നും ഞങ്ങൾ ഉപയോഗിച്ചില്ലല്ലോ. ഇന്നത്തെ UDF യോഗത്തിൽ അത് ഉപയോഗിച്ചില്ല. വേണു, ഇന്നത്തെ UDF യോഗത്തിലെ പല ഇനങ്ങളിൽ ഒരു വിഷയം മാത്രമായിരുന്നു ഇതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. ശ്രീ ബിജുവും ശ്രീ ഉണ്ണിത്താനും പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം ഡോക്യുമെൻറ്റ്സ് എല്ലാം വിജിലൻസിൻ്റെ കയ്യിലാണ്. അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ ശ്രീ കെ ബാബു അതിനെ കോർട്ടിൽ ചലഞ്ച് ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്കതിൻ്റെ സത്യാവസ്ഥയിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഞങ്ങൾ ഘടകകക്ഷികൾക്ക് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ യോഗത്തിൽ ആരും ശ്രീ ബിജു പറഞ്ഞ പോലെ ഈ അന്വേഷണത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് യോഗം ചേർന്നുകൊണ്ടിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത സർക്കുലേറ്റ് ചെയ്തിരുന്നു. അതായത് കേരളത്തിലെ ബാക്കിയുള്ള മുൻ മന്ത്രിസഭയിലെ 20 മന്ത്രിമാർക്കെതിരെ കൂടി അന്വേഷണം ഉണ്ടാവാൻ പോകുന്നുവെന്ന്. കാര്യമായിട്ടാണോ അതോ ആരെങ്കിലും കെട്ടിച്ചമച്ചാണോ എന്നറിയില്ല. അപ്പോൾ ഉണ്ടായ ഒരു തോന്നൽ, അങ്ങനെയാണെങ്കിൽ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണല്ലോ. ഒരു മന്ത്രിസഭ പോകുമ്പോൾ മറ്റൊരു മന്ത്രിസഭ വന്ന് മുൻ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ച് തമിഴ്നാട്ടിലെ പോലെ അന്വേഷണം ആരംഭിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണല്ലോ എന്നൊരു ചിന്തയുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷണം നടക്കട്ടെ, ബിജു പറഞ്ഞതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല, അന്വേഷണം നടക്കട്ടെ. പക്ഷേ ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ആ അന്വേഷണം വ്യവസ്ഥാപിതവും നിയമാനുസൃതമായിരിക്കണമെന്ന് മാത്രം. ഇതാണ് ഞങ്ങൾ വ്യവസ്ഥാപിതമല്ല, നിയമാനുസൃതമല്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരു കാര്യം പറയൂ. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വാചകം നിങ്ങളിൽ ഉണ്ടാക്കിയ അങ്കലാപ്പ് എന്നതല്ലാതെ. ഇല്ല, അങ്കലാപ്പിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ എല്ലാം പൊതുജീവിതം അറിയാവുന്നവർക്ക് യാതൊരു അങ്കലാപ്പും ഇല്ല. പക്ഷേ ഈ ഒരു പ്രവണത നല്ലതാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായി. കെ ബാബുവിൻ്റെ കാര്യത്തിൽ അല്ല ഉണ്ടായത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ച് എല്ലാം അന്വേഷിക്കാൻ പോകുന്നു എന്നൊരു ചർച്ച വന്നപ്പോൾ അതൊരു നല്ല കീഴ്വഴക്കമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത കേരളത്തിൽ 5 വർഷം കൂടുമ്പോൾ മന്ത്രിസഭകൾ മാറും.
ഇനി പുതിയ മന്ത്രിസഭ വരുമ്പോൾ ഈ മന്ത്രിസഭയിലെ ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇങ്ങനെ 20 മന്ത്രിമാരെയും ഒന്നൊഴിയാതെ ഒന്നായി പിടികൂടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നാം കാണുന്ന രൂപത്തിലൊന്നുമല്ലാത്തൊരു പുതിയ ഭരണ സംവിധാനം വന്നിരിക്കുന്നു. ആ ഭരണ സംവിധാനത്തിലുള്ളവരെല്ലാം അകളങ്കിതരാണ്. ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും നിഷ്പക്ഷമായ അന്വേഷണ സംവിധാനം വന്നിരിക്കുന്നു. ഇതെല്ലാം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ജാഗരൂകമായ ഒരു ജുഡീഷ്യറി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ കരുതേണ്ടത്? അല്ല, അങ്ങനെ ഒരു ചിത്രം സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ടാകും. അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് ശ്രീ ഉണ്ണിത്താൻ പറയുന്നത് കേട്ടു. ഉണ്ണിത്താൻ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ വായിക്കൊള്ളാത്ത ലക്ഷം കോടികളുടെ അഴിമതിയെ തുടർന്നാണ് UPA സർക്കാരിന് ക്ലച്ച് പിടിക്കാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്നുള്ള മറക്കരുത്. അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ അന്ന് വൈസ് പ്രസിഡൻ്റൊക്കെ തന്നെയാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആ വലിയ തോൽവിക്ക് ശേഷം ഇവിടെ വന്ന് ഇതൊക്കെ നമുക്ക് പ്രസംഗത്തിൻ്റെ ഇടയിൽ അഴിമതി വിരുദ്ധമൊക്കെ. സണ്ണിക്കുട്ടി, അതിന് അനുബന്ധമായിട്ട് പറയാം, ആരോപണം ഉയർന്ന മുഴുവൻ ആളുകളെയും പാർട്ടി തള്ളിപ്പറയുകയും അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാളിൻ്റെ പേരില്ലെന്ന് സണ്ണിക്കുട്ടി പറ. ആരോപണം ഉയർന്നു വന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി അടക്കം സകല ആള്, പിന്നെ ഇപ്പൊ DMKയുടെ നേതാവ് രാജ നടത്തിയ അഴിമതി, ആ അഴിമതിയിൽ അയാളുടെ പേരിൽ നടപടി എടുക്കണം നമ്മളല്ല, കരുണാനിധിയാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്ക് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. പ്രൊട്ടക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പറഞ്ഞത് ഉണ്ണിത്താൻ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ UPA തെരഞ്ഞെടുപ്പിൽ UPAയുടെ പരാജയത്തിന് പ്രധാന കാരണം ഈ വലിയ നമുക്ക് നമ്മുടെ അതിന്റെ വോളിയം നമുക്ക് പറയാൻ പറ്റാത്ത ഒറ്റ നിമിഷം ഒന്ന് തിരുത്തിപ്പോട്ടെ. നിങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ CBI റെയ്ഡ് നടത്തി മകളുടെ കല്യാണത്തിന്റെ ദിവസവും മറ്റോ ആണെന്ന് പറഞ്ഞ ശേഷം അതിന്റെ തലേ ദിവസവും വലിയ കലാപവുമാണ് അതോടെ നിൽക്കട്ടെ. പിന്നെ വേണു പറഞ്ഞൊരു കാര്യം, അതായത് ഈ വിജിലൻസ് ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നു. അതിനിടയിൽ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ തെളിയിക്കപ്പെടാതെ അല്ല വേണ്ട പോലെ ചർച്ച ചെയ്യാത്ത ഒരു കേസ് കിട്ടി. അതുകൊണ്ടാണ് ഇതൊന്നും വേണു അങ്ങ് വളരെ നിഷ്കളങ്കമായിട്ടൊന്നും പറയുന്നത്. അങ്ങനെ നിഷ്കളങ്കമായിട്ടൊന്നും പറയണ്ട. ഇതിന് പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്, യാതൊരു സംശയമില്ല. സാർ, ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞല്ല. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജേക്കബ് തോമസിനെ കോട്ട് ചെയ്തുകൊണ്ടുവന്ന ആയിക്കോട്ടെ, ജേക്കബ് തോമസ് അദ്ദേഹത്തിന്റെ പൊസിഷൻ അങ്ങനെ ന്യായീകരിക്കുമല്ലോ. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് മറ്റൊന്നും വേറെ നല്ലല്ലോ പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ 20 പേരുടെ കാര്യത്തിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ പ്രശാന്തിൽ നടത്തിയ അന്വേഷണവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രശാന്തിൽ നടത്തിയത് അവിടെ വന്നിട്ട് നമ്മൾ പഴയ CBI ഡയറിക്കുറിപ്പിൽ കണ്ട പോലെ ഡെമ്മി എന്നൊക്കെ പറഞ്ഞൊരു അളവല്ല. ഇത് റെയ്ഡാണ്. റെയ്ഡും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് ബിജു പറഞ്ഞൊരു കോടതി പറഞ്ഞിട്ടാണ്, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ അനുമതിയോടെ. പക്ഷേ ഇവിടെ ഇതിൽ UDF പറയുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ന്യായമെന്ന് എനിക്ക് തോന്നുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം കേസുകളിൽ റെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും അവസാനം നടക്കുന്ന പല തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാവാം അതിനെക്കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അഴിമതി കേസിൽ എവിടെയെങ്കിലും മന്ത്രിമാരുടെ റെയ്ഡുകൾ നടന്നിട്ടുണ്ടോ, മന്ത്രിമാരുടെ അങ്ങനെ റെയ്ഡുകൾ നടന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. പിന്നെ ഈ 20 പേരുടെ പേരിൽ അല്ലെങ്കിൽ മുഴുവൻ മന്ത്രിസഭയുടെയൊക്കെ പേരിൽ മന്ത്രിമാരുടെയൊക്കെ ഞാൻ ചോദിക്കുന്ന ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, മന്ത്രിമാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് നാം കരുതേണ്ടത് എന്തിനാണ്? ഇല്ല, ഞാനങ്ങനെ പറയുന്നില്ല. കാരണം അഴിമതിയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തന്നെ ബ്രസീലിൽ എന്താ സംഭവിച്ചത്? ഒരു വിപ്ലവ പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന ആ ഒരു പ്രസിഡന്റ്, അവരെ ഇംപീച്ച് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അഴിമതിക്കെതിരായിട്ടൊരു വലിയ ഒരു പഴയ പോലെയല്ല. അഴിമതി പണ്ടൊരു നാട്ടു നടപ്പായിട്ടൊക്കെ അംഗീകരിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. പുതിയ ചെറുപ്പക്കാരെ, പുതിയ ആളുകൾ, യുവസമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ച, ഇതൊക്കെ അഴിമതിക്കെതിരായിട്ടൊരു വികാരമുണ്ട്. അപ്പോൾ 20 പേരുടെയായിട്ടും അന്വേഷണം വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. 20 പേരുടെ പേരിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ അന്വേഷണം എടുക്കും. അല്ലാതെ അന്വേഷണം നടന്നോട്ടെ എന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ UDFന്റെ അനുവാദമൊന്നും വേണ്ട. ഇവിടെ കാതലായ ചോദ്യം ബിജു ആവർത്തിക്കുന്നത് പോലെ ഈ സർക്കാർ മറിച്ച് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ? കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നു, ഇത് നിയമപ്രകാരമല്ല എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അത് തെളിയിക്കാനൊന്നും കഴിയുന്നില്ല. നിയമപ്രകാരമല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, കീഴ്വഴക്കം ലംഘിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ ഒരു റെയ്ഡിലേക്ക് പോയത് കൊണ്ടാവാം ഇത് പറയുന്നത്. അതല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉണ്ണിത്താനൊക്കെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ സമ്മതിക്കാൻ പറ്റില്ലായിരിക്കാം. ഈ രാഷ്ട്രീയത്തിലൊരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ കളികളിലും സ്പോർട്സിലും നമ്മൾ പറയും ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ്, അത് വേണം. അതില്ലാതെ പോയത് മറ്റുള്ളവരുടെ കുറ്റമല്ല. ഇവർക്ക് ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു. കാറിൻ്റെ ഡിക്കിയിൽ കോടിക്കണക്കിന് രൂപയും വെച്ചുകൊണ്ട് പോയതിനെക്കുറിച്ച് വളരെ അന്വേഷണം എടുക്കുകയും അതാണ് ഇവർ ഭംഗ്യന്തരേണ പറയുന്ന കീഴ്വഴക്കം. അതെ, അതെ ഞാൻ പറഞ്ഞത്, അത് എപ്പോഴും അങ്ങനെയാണോ വേണു? എപ്പോഴും ഇവർ ഈ കീഴ്വഴക്കങ്ങളെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ചെന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് എത്രയോ തവണ എത്രയോ CPM നേതാക്കളുടെ മക്കളുടെ പേരിലുള്ള കേസുകൾ
യാതൊരു അന്വേഷണവും കൂടെ പിൻവലിച്ചിട്ടില്ലേ? അപ്പോൾ ഇവരങ്ങനല്ല. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം, CPM-നകത്തുള്ള ഇടതുപക്ഷം അതല്ല. അവർക്ക് കിട്ടാവുന്ന ഓരോ രാഷ്ട്രീയ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗിക്കും. അതിന് പറ്റാതെ നിന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് വിജിലൻസിന്റെ വീര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ജേക്കബ് തോമസ് എന്തിന് ആദായ നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വാതിലിൽ മുട്ടുന്നു? ഇടവേളയ്ക്ക് ശേഷം.